ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ വീഡിയോസ് കാണുന്നവർക്കും സിനിമ കാണുന്നവർക്കും അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ നോക്കിയിട്ട് നോട്ട്സൊക്കെ എഴുതുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഒരു സംഭവമാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. താല്പര്യമുള്ളവർ അവിടെ ലിങ്ക് കയറി ക്ലിക്ക് ചെയ്യാം. ഇത് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. കാരണം ഞാൻ ഇത് വാങ്ങിയപ്പോൾ 150 രൂപയേ ആയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 250-300 രൂപ വരും. പക്ഷേ ക്വാളിറ്റി കൂടുതലുണ്ടാവും. എന്നാലും നമുക്ക് ഈ ഒരു ക്വാളിറ്റിയൊക്കെ മതി. കാരണം ഇത്രയും ക്വാളിറ്റി മതി. ഇതിൻ്റെ അത്രയും നമ്മൾ റിസ്ക് എടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോയിലോട്ടും പോയാലോ. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതേപോലെ ബോക്സിലാണ് വരുന്നത്. ഇവിടെ 3D എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ അപ്പുറമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നോക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഓഫ്ലൈനായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇതിന് 150 രൂപയാണ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ 250-300 രൂപ വരും. അത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മേടിച്ചപ്പോൾ റിവ്യൂ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. വീഡിയോസ് കാണുന്നവർക്കും സിനിമ കാണുന്നവർക്കും അതേപോലെ തന്നെ നോട്ട്സൊക്കെ മൊബൈൽ ഫോണിൽ നോക്കി എഴുതുന്നവർക്കായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഉപകാരപ്പെടുക. നോട്ട്സ് നോക്കി എഴുതുന്നവരായിരിക്കും ഇപ്പോൾ ഉള്ളവരിൽ കൂടുതൽ ആൾക്കാരും. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ഉപകാരപ്പെടും. ഇത് ചെറിയൊരു ലെൻസ് രൂപത്തിലാണ് ഈ ഒരു സംഭവം ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ചെറിയ ലെൻസിൻ്റെ രൂപത്തിൽ. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് അത്ര ക്വാളിറ്റിയുള്ള ഗ്ലാസ് ഒന്നുമല്ല. ഒരു ഫൈബർ ഗ്ലാസ് രൂപത്തിലുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ക്ലിപ്പ് കാണും. ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ഗ്ലാസ് ഇതേപോലെ ഇവിടെ ജസ്റ്റ് നിർത്താൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്ലിപ്പ് നമുക്ക് മൊബൈൽ ഫോൺ നിർത്താനുള്ളതുമാണ്. ഇതേപോലെ ഈ ഒരു ക്ലിപ്പ് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് വെച്ച് അതിൻ്റെ മൊബൈൽ ഫോണിലും വെക്കാം. ഇനി നമ്മളിതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കാണ്, പക്ക പ്ലാസ്റ്റിക്കാണ്. അത്ര ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കൊന്നുമല്ല, ലോക്കലാണ്. 150 രൂപക്ക് കിട്ടുന്ന സംഭവമല്ല. അതേപോലെ തന്നെ ഈ ഒരു സംഭവം തീരെ ക്വാളിറ്റി ഇല്ല. ഫൈബർ ഗ്ലാസ് ആണ്. അതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ നെക്കി കഴിഞ്ഞാൽ ഇതേപോലെ ആവുന്നൊരു സംഭവം. അപ്പോൾ ഇതിൽ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ രൂപത്തിലുള്ളൊരു സംഭവമാണ് ഇതിൽ വരുന്നത്. റൗണ്ട് രൂപത്തിൽ. അതാണ് ഈ ഒരു ലെൻസ് രൂപത്തിൽ ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളതിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് എങ്ങനെയാണിത് ആക്ട് ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോ തന്നെ എടുത്തു. നമ്മളൊരു വീഡിയോ ഓപ്പൺ ചെയ്തു. പരസ്യം നമ്മൾ സ്കിപ്പ് അടിച്ചു വിടാം. അപ്പോൾ നമ്മൾ പരസ്യമൊക്കെ സ്കിപ്പ് അടിച്ചതിന് ശേഷം നമ്മളിത് ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡിൽ നമ്മളിതൊന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ ക്യാമറ കുറച്ചൊരു മുകളിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. അപ്പോൾ നമ്മളിത് ഈ ഒരു രൂപത്തിൽ വെച്ചതിന് ശേഷം ഇതേപോലെ നോക്കുക. ഇപ്പം നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ കാണുന്നത്. നമുക്ക് റൂമിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആയിരിക്കും ലഭിക്കുക. കുറേയൊക്കെ ക്ലിയർ ഉണ്ട്, എന്നാലും പ്രശ്നമില്ല. നമുക്ക് സിനിമ കാണുന്നവർക്കും അതേപോലെ തന്നെ നോട്ട്സൊക്കെ നോക്കി എഴുതുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഈ ഒരു ക്വാളിറ്റിയുടെ കാര്യം നിങ്ങൾ നോക്കണം. നമ്മൾ ഇത് അധികം റഫായിട്ട് യൂസ് ചെയ്യുന്ന സംഭവം അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം നോക്കണ്ട, അല്ലാത്ത കാര്യങ്ങൾ നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ല. 150 രൂപക്കൊന്നും കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ടെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ടെക്സ്റ്റ് നമുക്ക് നല്ല രീതിയിൽ വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ റിയൽ വലുപ്പം. അതേപോലെ തന്നെ ഇതിലോട്ട് വരുമ്പോൾ ഈ സ്ക്രീൻ ഓഫായി. നമുക്ക് സ്ക്രീൻ ഓൺ ചെയ്തതിന് ശേഷം രണ്ടാമത് നോക്കാം. നമ്മളിത് സ്ക്രീൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് കറക്റ്റ് നോക്കി വായിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ ടെക്സ്റ്റ് നമ്മൾ നോക്കി മൊബൈൽ ഫോണിൽ നോക്കി എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഉപകാരപ്പെടും. ഇതേപോലെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് ലെൻസ് രൂപത്തിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അടുത്തുള്ള പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വലുതാക്കി കാണിക്കുകയും ചെയ്യും. ദൂരത്തുള്ള പ്രൊഡക്റ്റ് ഫുള്ള് ബ്ലറായിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതിൽ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ നോക്കുമ്പോൾ കുറച്ചൊരു വലുപ്പത്തിൽ കാണുന്നുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു സംഭവം. ലെൻസിൻ്റെ ഒരു വേറെ രൂപം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഉപകാരപ്പെടുകയെന്ന് ചോദിച്ചാൽ ഉപകാരപ്പെടും നോക്കി എഴുതുന്നവർക്ക്. അതേപോലെ സിനിമ കാണുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. ഈ ഒരു സംഭവം തീരെ ക്വാളിറ്റി ഇല്ല. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിംഗർ പ്രിൻറ്റിൻ്റെ രൂപത്തിലുള്ള ഒരു പ്രിൻ്റാണ് ഈ ഒരു ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയത്തില്ല. അതേപോലെ റൗണ്ട് രൂപ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.